കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ ഒരു 2023-ൽ PG വിദ്യാർത്ഥിനി തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്യൽ കണ്ടെത്തിയ സംഭവത്തിൽ തന്നെ ഇപ്പോൾ കൂടുതൽ തെളിവുകൾ വരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ PG വിദ്യാർത്ഥിനി ഡോക്ടർ A. ഷക്നയുടെ ആത്മഹത്യയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കേസിൽ കൂടുതൽ വഴിത്തിരിവായി മാറുന്നത്. M. സലാഹുദ്ദീൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സർക്കാർ നിയമിച്ചു. ഇതിന് പിന്നാലെ തന്നെ ഷക്നയ്ക്ക് നീതി ലഭിക്കുമെന്ന് വിചാരിക്കുന്നു. മുൻ അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമാണ് M. സലാഹുദ്ദീൻ. 2023 ഡിസംബർ 4-ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർജറി വിഭാഗം PG വിദ്യാർത്ഥിനിയായിരുന്ന ഷക്ന മെഡിക്കൽ കോളേജിന് സമീപത്തെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉയർന്ന അളവിൽ അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ചാണ് ഷക്ന ജീവനൊടുക്കിയത്. സ്ത്രീധനം നൽകാൻ സാമ്പത്തിക ശേഷിയില്ലാത്തതിനാൽ ജീവനൊടുക്കുന്നു എന്ന് രേഖപ്പെടുത്തിയ ആത്മഹത്യക്കുറിപ്പും പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് ബന്ധുക്കളുടെ പരാതിയിൽ ഷക്നയുടെ സുഹൃത്തായിരുന്ന കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ഡോക്ടർ E.A. റുവൈസിനെ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരുവരുടെയും വിവാഹം നിശ്ചയിച്ചിരുന്നെങ്കിലും റുവൈസിന്റെ വീട്ടുകാർ കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടതോടെ വിവാഹം മുടങ്ങിയിരുന്നു. ഇതിനു പിന്നാലെ റുവൈസ് സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് സ്ത്രീധനത്തിന്റെ പേരിൽ ഷക്നയെ പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് കുടുംബം പരാതി നൽകിയതിനെ തുടർന്നാണ് ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയമായി തന്നെ അന്നു മുതൽ ഇത് മാറിയത്. കേസിൽ പ്രതിചേർക്കപ്പെട്ട റുവൈസിന് മെഡിക്കൽ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും റിമാൻഡിൽ കഴിയുകയുമായിരുന്നു അദ്ദേഹത്തിന്. പിന്നീട് ഹൈക്കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. ഈ കേസിൽ ശക്തമായ നിയമ നടപടികൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചിരിക്കുന്നത്. 2023 ഡിസംബർ 4-നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർജറി വിഭാഗം PG വിദ്യാർത്ഥിനിയായിരുന്ന ഷക്ന ആത്മഹത്യ ചെയ്തത്. ഉയർന്ന അളവിൽ അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ചായിരുന്നു ആത്മഹത്യ. മെഡിക്കൽ കോളേജിനടുത്ത് താമസിച്ചിരുന്ന ഫ്ളാറ്റിലാണ് ഷക്നയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്ത്രീധനം നൽകാൻ തന്റെ പക്കൽ സാമ്പത്തിക ശേഷിയില്ല എന്ന് പറഞ്ഞ് വിവാഹം കഴിക്കാനിരുന്ന ചെറുപ്പക്കാരൻ സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് പോലും തന്നെ അവഹേളിച്ചു എന്ന് യുവതി പറയുന്നു. സ്ത്രീധനം നൽകാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തതിനാൽ ജീവനൊടുക്കുന്നതായി രേഖപ്പെടുത്തിയ ആത്മഹത്യാ കുറിപ്പാണ് പോലീസ് കണ്ടെത്തിയത്. പിന്നാലെ ബന്ധുക്കളുടെ പരാതിയിൽ ഷക്നയുടെ സുഹൃത്തായിരുന്ന കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇരുവരുടെയും വിവാഹം നിശ്ചയിച്ചിരുന്നെങ്കിലും റുവൈസിന്റെ വീട്ടുകാർ സ്ത്രീധനം കൂടുതൽ ചോദിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതോടെ വിവാഹം മുടങ്ങി എന്ന് പറയുന്നു. ആദ്യമൊന്നും അങ്ങനെ അല്ലായിരുന്നു എന്ന് പറയുന്നു. പെണ്ണിനെ ആദ്യമായി കണ്ടതു മുതൽ തന്നെ തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ പെട്ടെന്ന് വിവാഹം നിശ്ചയിക്കാനായിരുന്നു തയ്യാറ്. എല്ലാം മംഗളകരമായി നടക്കുമെന്ന് കരുതിയിരിക്കവെയായിരുന്നു പെട്ടെന്ന് സ്ത്രീധനം കൂടുതൽ ഡിമാൻഡിലേക്ക് മാറിയത്. ചെക്കന്റെയും വീട്ടുകാരുടെയും അതിമോഹം എന്ന് തന്നെ പറയണം. ഒടുവിൽ സ്ത്രീധനം കൂടുതൽ ആവശ്യപ്പെട്ടതോടെ മാനസികമായി തളർന്നാണ് കുടുംബം എത്തുന്നത്. ഈ PG വിദ്യാർത്ഥിയുടെ മരണത്തിൽ വൻ വഴിത്തിരിവ് തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നതെന്നും പബ്ലിക് പ്രോസിക്യൂട്ടറുടെ കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.